അയ്യോ ഇവിടെ ഇല്ല. എത്ര വയസ്സായെന്ന് പറഞ്ഞില്ല? എത്ര വയസ്സായി? വയസ്സ് 76. 76 മിഷ്യൻ വെച്ചാണ് നമുക്ക് ഇറക്കുന്നത്. മെഷീൻ വെച്ചിട്ട് പാല് കൂടുതൽ വരുന്നതോ അല്ല ചുരത്തുന്ന കൂടുതൽ കുറയോ അങ്ങനെ വ്യത്യാസം? ഇല്ല അങ്ങനെയൊന്നും വരില്ല. മെഷീൻ വെച്ച് കറക്കുന്നത് മെഷീൻ വെച്ചുകൊണ്ട് കറക്കണമുണ്ട്, ഒരു കുഴപ്പമില്ല. ഇത് കടിഞ്ഞിലാണ് ഇപ്പോഴും ആദ്യത്തെ പ്രസവം കുത്തി വെച്ച് നിർത്തിയിരിക്കുകയാണ്. ഓ, പ്രസവിച്ചില്ല. ഇത് ആദ്യത്തെ പ്രസവം തന്നെ. എൻ്റെ കൈ വന്നിട്ട് 5 പ്രസവമാണ്. 5 പ്രസവം? 5. ഓ, ഇതല്ലേ ആദ്യത്തെ പ്രസവത്തെ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഇത് എത്ര പ്രസവം വരെ കാണും ഒരു പശുവിന്? 7 പ്രസവം വരെ സുഖമായിട്ട് നിൽക്കുമല്ലേ? ഇത് രണ്ടും കറക്കുന്നില്ല, ഇതിന് കറക്കുന്നില്ല. ഇതൊക്കെ ഏതാണ്? ജേഴ്സി ആണോ? ഇത് 3 ജേഴ്സിയാണ്. ഈ നിൽക്കുന്ന 3 ജേഴ്സിയാണ്. HF അതാണ്. അത് അവിടെ നിൽക്കുന്ന 2 ആ പശു വന്നിട്ട് ഒരു 7 വർഷം വരും. 7 വർഷം കൊണ്ടുണ്ട്? 7 വർഷം കൊണ്ടുണ്ട്. 10 വർഷം വരെ നിന്നിട്ടുള്ള പശുവുണ്ട്. അമ്മയുടെ പേരെന്താണ്? നിർമ്മല. അമ്മ എത്ര വർഷമായിട്ട് പശു? 30 വർഷം. 30 വർഷം? 30 വർഷം. ഓ, അപ്പോൾ നേരത്തെ എത്ര ഉണ്ടായിരുന്നു? നേരത്തെ 10-20 പശു ഉണ്ടായിരുന്നു. ഇപ്പോൾ 6-8 എണ്ണേ ഉള്ളൂ. അതെന്താ കുറഞ്ഞ കാരണം? വയ്യ, അതുകൊണ്ട് മതിയാക്കാൻ പോണം. ഇപ്പോഴേ നമ്മുടെ കേരളത്തിൽ പശു വളർത്തുന്നത് ഭയങ്കര നഷ്ടമാണെന്നാണ് എല്ലാ കർഷകരും പറയുന്നത്. നഷ്ടം ഇപ്പോഴും നഷ്ടം എന്ന് വെച്ചാൽ തീറ്റയ്ക്ക് വില കൂടുതൽ. തീറ്റയ്ക്കെല്ലാം വില, വലിയ വില, വയ്ക്കുമല്ലോ വില. അതുകൊണ്ട് നഷ്ടം, അല്ലെങ്കിൽ നഷ്ടമൊന്നുമില്ല പശുവിന്. 30 വർഷമായിട്ട് അമ്മ വളർത്തുകയല്ലേ? അപ്പം 30 വർഷമായിട്ട് പശുവിനെ വളർത്തണമെങ്കിൽ നഷ്ടം ഉണ്ടെങ്കിൽ വളർത്താൻ പറ്റില്ല. അപ്പം ശരിക്കും ലാഭമാണല്ലേ? കർഷകർ ശരിക്കും വളർത്തി കഴിഞ്ഞാൽ ലാഭമാണ്. നേരെ വളർത്തിയ അതിന് ആളൊക്കെ ഉണ്ടെങ്കിൽ ലാഭമാണ്. അല്ല, ഈ കറക്കുന്നതും അല്ല അതിന്റെ ചെലവ്, പിന്നെ അതുപോലെ ഈ പറഞ്ഞ കറക്കുന്ന ഞാൻ തന്നെ കറന്നുകൊണ്ടിരുന്നത്, സ്വന്തമായിട്ട് തന്നെ കറന്നുകൊണ്ടിരുന്നത്. ഇപ്പം വയ്യാത്തതുകൊണ്ട് കറവ് നിർത്തിയെന്നേ ഉള്ളൂ. പച്ചവെള്ളം വാങ്ങിക്കണമെങ്കിൽ തന്നെ 20 രൂപ കൊടുക്കണം. പക്ഷേ പാല് വാങ്ങിക്കാൻ 40 രൂപ, 60 രൂപയൊക്കെ ഉള്ളൂ. അപ്പം അത് പാലിന് എത്രത്തോളം വില കുറവായത്, വില കൂട്ടണമെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ നഷ്ടമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇതിൽ നിന്ന് ഇപ്പോൾ പിന്തിരിഞ്ഞു പോവുകയാണ്. ഇപ്പം വലിയ നഷ്ടമെന്ന് പറയാനൊക്കില്ല. നമ്മൾ നേരെ കൈകാര്യം ചെയ്ത നഷ്ടമല്ല. അപ്പോൾ ബാക്കി എന്തുകൊണ്ടാണ് ഈ കർഷകർ നഷ്ടം എന്ന് പറയുന്നത്? നഷ്ടം എന്ന് വെച്ചാൽ കൂലിക്ക് ആൾ വെച്ച് ചെയ്യിക്കുന്നത് കൊണ്ടാണ് കൂടുതൽ നഷ്ടം വരുന്നത്. സ്വന്തമായിട്ട് ചെയ്ത കൂലിക്കാർക്ക് കൊടുക്കുന്ന തന്നെ നഷ്ടം. സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ലാഭമാണ്. സ്വന്തമായിട്ട് ചെയ്താൽ ലാഭമാണ്. പക്ഷെ ഇപ്പൊ ആർക്കും സ്വന്തമായിട്ട് ചെയ്യാൻ വയ്യ, സമയമില്ലല്ലോ. സമയവുമില്ല. അല്ല, ഇപ്പൊ എത്ര പശുക്കളുണ്ടെന്ന്? 7 എണ്ണം ഉണ്ട്. 7 പശു. 7 പശുണ്ട്. അപ്പൊ ഈ നമ്മളെ നാടൻ പശുക്കളാണോ അതോ ജേഴ്സി, HF അങ്ങനെയുള്ള പശുക്കളാണോ? നാടനില്ല, ഒന്നുമില്ല. അല്ല, ജേഴ്സിയും HF ഉണ്ട്. അപ്പൊ ഈ നാടൻ പശുക്കളെക്കാളും ലാഭമാണ് ഈ ജേഴ്സി തന്നെ. ഇതിനൊക്കെ പാലുള്ളതാണ്. നാടൻ പശു ഒന്നും പാലില്ല. അതുകൊണ്ടാണ് നാടൻ പശു വളർത്താത്തത്. ഈ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ നേരത്തെ അറിയാം. അസുഖങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് വരുന്ന അസുഖങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ വരിയൊന്നുമില്ല. കൂടുതലും അകിടിനാണ് രോഗം വരുന്നത്. ചിലത് കാഴ്ചയില്ലാതെ വീണ് പോകും, അങ്ങനെയൊക്കെ വരുന്നതാണ്. അപ്പൊ അതെങ്ങനെ നേരത്തെ അമ്മ തിരിച്ചറിയും? ക്ഷീണം കാണും. മൊത്തത്തിൽ ഒരു ക്ഷീണമായിരുന്നു. വെള്ളത്തിനിറക്കും, തീറ്റി ഇറക്കും, വയ്ക്കോലെടുക്കില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. കാരണം ഇത്ര വർഷം അറിയാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. അകിട് രോഗം വന്നാൽ അകിടിൽ നീര് വരുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി. അതിനുള്ള മരുന്ന് കയ്യോടെ ചെയ്യാമെങ്കിൽ അങ്ങ് മാറും. അല്ല, ചിലർ പറയുന്നത് പശുക്കൾ ചത്തുപോകുന്നില്ല. എനിക്ക് 30 വർഷം കൊണ്ട് ഒന്നും ചത്തുപോയില്ല. ഇല്ല, 30 വർഷം കൊണ്ട് എനിക്കൊരു പശുവും ചത്തില്ല. അപ്പൊ അത് നേരെ ശ്രദ്ധിക്കാത്തോണ്ട് തന്നെ. അപ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മളിപ്പോൾ ഒരു പശു വളർത്തുന്ന ആൾ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെയായിരിക്കും ഒരു പശുക്കുട്ടിയെ വാങ്ങുന്നത് തൊട്ട്? പശുക്കുട്ടിയെ വാങ്ങിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് വാങ്ങിച്ചാൽ ഒന്നും ചെയ്യില്ല. നല്ല കുട്ടി നോക്കി വാങ്ങിച്ചാൽ എങ്ങനെ അറിയാൻ പറ്റും നല്ല കുട്ടിയാണ്? നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. കാണുമ്പോൾ എങ്ങനെ അറിയാൻ പറ്റും? കാണുമ്പോൾ അറിയാം. അമ്മയ്ക്ക് കാണുമ്പോൾ അറിയാം. എനിക്കത് നല്ല ഇതായിട്ട് വളർന്നു വരുന്ന കുട്ടിയെ കാണുമ്പോൾ അറിയാൻ പറ്റും. തീറ്റ പാല് കുടിക്കാതെയൊക്കെ ഉണങ്ങി വയറ്റിളക്കം പിടിച്ചടക്കുന്ന കുട്ടിയൊന്നും രക്ഷപ്പെടില്ല. സമയത്തിന് ഹീറ്റാകുമ്പോൾ കുത്തി വയ്ക്കണം. അതൊക്കെയാണ് ഒന്നാമത്തെ പ്രശ്നം. അല്ല, ഈ ആഹാരം കൊടുക്കുന്നത് ഇപ്പോൾ പുല്ല് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വൈക്കോല് കൊടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പെല്ലറ്റ്സ് കൊടുക്കുന്നവരുണ്ട്. ഞാനിതെല്ലാം കൊടുത്തുകൊണ്ടിരുന്ന തന്നെ. പുല്ല് കൊടുത്തുകൊണ്ടിരുന്നു, വൈക്കോല് കൊടുത്ത്, വെല്ലറ്റ് വാങ്ങിച്ചു കൊടുത്തു, പിന്നെ സൈലേജ് വാങ്ങിച്ചു കൊടുത്തു, ഇതെല്ലാം കൊടുത്തു. ഇപ്പം എല്ലാം നിർത്തിയിട്ട് വൈക്കോലില്ലാണ്. അതെന്ത് പറ്റി? എല്ലാം വില ഒന്നിനൊന്നിനും കൂടുന്നു. വരാ പുല്ലിറക്കാൻ സമയമല്ല, അതുകൊണ്ട് നിർത്തി. കിട്ടാനുമില്ല. ലാഭമാണോ വൈക്കോല് കൊടുക്കുന്ന? പാല് കുറയൊന്നുമില്ല. വൈക്കോലിന് തീറ്റൻ്റെ പാല് കിട്ടാനുള്ളൂ. വൈക്കോല് വയറടയാൻ കൊടുക്കുന്നതാണ്. കലക്ക് കൊടുത്താലേ പാലുള്ളൂ. കലക്കെന്ന് പറഞ്ഞാൽ തീറ്റ, വെള്ളറ്റ്
ഇപ്പോഴും അത് കൊടുക്കുന്നുണ്ട്. ഈ വൈക്കോലെന്ന് പറഞ്ഞാൽ വയറ് നിറയാൻ വേണ്ടി അറിയാൻ തന്നെ. ഓ, അപ്പോൾ ഇതൊക്കെ എത്ര നേരമാണ് കൊടുക്കുന്നത്? 2 നേരം കൊടുക്കുള്ളൂ. 2 നേരം, രാവിലെ ഉച്ചയ്ക്ക് 2 നേരം. ഈ പഴയ പോലെ കാടി വെള്ളം അങ്ങനത്തെ പരിപാടിയൊന്നും കാടി വെള്ളമൊന്നുമില്ല. തീറ്റ വാരിയിട്ട് പച്ചവെള്ളം തന്നെ ഒഴിക്കുന്നത്. ഇപ്പം ഇവിടെ കാടി വെള്ളമൊന്നും ഇടാനില്ല, കൊടുക്കുന്നില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ സൊസൈറ്റി വഴിയല്ലേ പാല് കൊടുക്കുന്നത്? സൊസൈറ്റി തന്നെ കൊടുക്കും. വീട്ടിലും കൊടുക്കും, സൊസൈറ്റിയിലും കൊടുക്കും. പക്ഷേ സൊസൈറ്റി കൊടുക്കുന്നത് നഷ്ടമാണ്. അവർ കുറച്ച് സൊസൈറ്റി കൊടുക്കുന്നതിൽ വില കുറവാണ്. അങ്ങനെ തന്നെ എല്ലാവർക്കും നഷ്ടം തരുന്നത്. സൊസൈറ്റി കൊടുത്താൽ 46, 47 രൂപയൊക്കെ കിട്ടുള്ളൂ. വീട്ടിൽ കൊടുത്താൽ 60 രൂപ കിട്ടും. അല്ല, അപ്പം നഷ്ടമല്ലേ? ഒരുപാട് പശുക്കളുണ്ടെങ്കിൽ ഇതെല്ലാം വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ? ഇല്ല, കൊടുക്കാൻ പറ്റില്ല. എന്നാലും ഒരുവിധം വീട്ടിൽ കൊടുത്തിട്ട് ബാക്കി പറ്റുന്നുള്ളവരും വീട്ടിൽ കൊടുക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഇപ്പം പശു വളർത്തി 30 വർഷമായിട്ട് വളർത്തുന്നു, അമ്മ പറയുന്ന ലാഭമാണെന്ന് പറയുന്നത്. അപ്പം പുതിയതായിട്ട് ആൾക്കാർ എന്തുകൊണ്ട് ഇതിനകത്ത് വരാത്തത്? ഇതൊക്കെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ. ബുദ്ധിമുട്ടാണ് ഇത് വളർത്താൻ. വേറെ എങ്ങോട്ടും പോകാനൊക്കെ ഇല്ല. ഒരു കല്യാണം വന്നാലോ ഒരു മരണത്തിനോ ഒന്നും പോകാനൊക്കെ ഇല്ല. ആൾക്കാർ പറയുന്നത് ഈ 10 ലിറ്റർ പാലൊക്കെ കിട്ടുമെന്ന് പറയുന്നത് ഈ ആ ഒരു സമയത്തേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പാല് കുറയും, 2-3 ലിറ്ററായിട്ട് കുറയുമെന്ന് പറയുന്നത്. അത് കുത്തിവെച്ചും 6-7 മാസം ആകുമ്പോഴേ കുറയുള്ളൂ. 6-7 മാസം ആകുമ്പോഴേ കുറയുള്ളൂ. അതുവരെ ഒരു മിനിമം കിട്ടും. എനിക്കിതുവരെയും പശു വളർത്തി നഷ്ടം വന്നില്ല. വന്നിട്ടില്ല. വന്നിട്ടില്ല. ഇപ്പോഴേ കുറേശ്ശെയൊക്കെ നഷ്ടം വരുന്നുള്ളൂ. എന്നാലും വേറെ ഒന്നും നഷ്ടം വരുന്നില്ല. നഷ്ടം വലിയ ലാഭമില്ലാതെ പോകും. ഒരു പശുവിലാണ് ഞാൻ ആരംഭിച്ചത്. എനിക്ക് അന്ന് അത് 10-20 പശു ആയി. ഒരു പശുവിന് തന്നെ ഉണ്ടായി. അത് കഴിഞ്ഞ് ഇപ്പം കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് ഈ പ്രായത്തിലും ഒറ്റയ്ക്ക് തന്നെയല്ലേ ഈ 6-7 പശുവിനെ നോക്കുന്നത്? ഒറ്റയ്ക്ക് തന്നെ നോക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഇതേപോലുള്ള ഒരാൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ 7 പശുവൊക്കെ? അത്രേ ഉള്ളൂ. പിന്നെ കറക്കാൻ മാത്രം പറ്റാത്തത് കൊണ്ട് കൊച്ചുമോനെ വിളിച്ച് കറക്കും. പിന്നെ ആൾക്കാർ ബുദ്ധിമുട്ട്. വെളുപ്പിന് 4 മണിക്ക് കഴിക്കണം. ഇതിൻ്റെയൊക്കെ ജോലിയൊക്കെ 4 മണിക്ക് ഞാൻ എണീറ്റതാണ്. എല്ലാത്തിനും ചാണകം മാറ്റി കഴുകി പാലെല്ലാം കൊടുത്ത് 4 മണിക്ക് കഴിക്കണമെങ്കിൽ 6 മണിയാകുമ്പോൾ കറക്കാനും. 2 നേരമല്ലേ കറക്കുന്നത്? 2 നേരം കറക്കണം. ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ കറക്കും. അപ്പോൾ ഒറ്റയ്ക്കാണ് ഈ 7 പശുക്കളെ നോക്കുന്നത് തന്നെ. അപ്പോൾ 20 പശുക്കളെ ഒറ്റയ്ക്ക് തന്നെ നോക്കിക്കൊണ്ടു? അത് നോക്കിക്കൊണ്ടു ഉണ്ടായിരുന്നു ഇവിടെ കൂടെ ഉള്ളതുകൊണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് നോക്കിക്കൊണ്ടു? രണ്ടുപേരും കൂടെ നോക്കിക്കൊണ്ടിരുന്നു. ഏതായാലും ഇപ്പോഴും ഈ പ്രായത്തിലും കൊടുക്കാനുള്ള മനസ്സൊന്നുമില്ല, നോക്കാൻ തന്നെയാണല്ലേ. ഇതിപ്പോൾ എത്ര ലിറ്റർ പാൽ ഇപ്പോൾ കറക്കുന്നുണ്ട്? ഇപ്പം 40 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. ഈ 7 പശുവിന്? 7 പശുവിനെ ഇല്ല, ഇപ്പം 4 പശുവിനെ കറക്കുന്നുള്ളൂ. 2 കറക്കുന്നില്ല. 2 അല്ല 3 കറക്കുന്നത്. അത് 3 ചൊനയിലിരിക്കുകയാണ്. ഒന്ന് ഒരാഴ്ചക്കകത്ത് പ്രസവിക്കും. ഒരു പശു വളർത്തണമെങ്കിൽ ഒരു പശുവിനായിട്ട് വളർത്തണോ അതോ 4-5 പശുവിനായിട്ട് വളർത്തണോ? ലാഭം നഷ്ടമില്ലാതെ പോകണമെങ്കിൽ? ഇപ്പം നഷ്ടമില്ലെങ്കിൽ 2-3 പശുവൊക്കെ ഉണ്ടെങ്കിൽ നഷ്ടമൊന്നും വരില്ല. 10-20 ലിറ്റർ പാല് കിട്ടും ഒരു പശുവിന്. എനിക്ക് ഈ പശുവിനൊക്കെ 20 ലിറ്റർ പാല് വരെ 20-22 കിട്ടും. എനിക്ക് ഒത്തിരി നഷ്ടം വന്നു. ഇടയ്ക്ക് ഒരാൾ എനിക്ക് വയ്യാതായപ്പോൾ കറക്കാൻ ഒരാൾ വിളിച്ചതാക്കി വീട്ടിലെ ഇതിൻ്റെ മൊത്തം ചുമതല അവനെ ഏൽപ്പിച്ച് അതിൽ കുറേ നഷ്ടം വന്നു. അങ്ങനെയൊക്കെ വരുന്നതാണ് നഷ്ടം വരുന്നത്. അതെന്താണ് വേറൊരാളെ വെച്ച് കഴിഞ്ഞാൽ നഷ്ടം വരുന്നത്? എന്തുകൊണ്ടാണ്? നമുക്ക് അവർക്ക് കൊടുക്കാനേ ഉള്ളൂ. അങ്ങനെ. വേറൊരാൾ വരുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കണ്ടേ. പാലിന് 4 രൂപ കൂടി, തീറ്റയ്ക്ക് 200-250 രൂപ കൂടിയിരിക്കുകയാണ്. ഈ ഒരു ചാക്ക് എത്ര ദിവസം കൊടുക്കാൻ വരും? ഒരു ദിവസത്തേക്കേ ഉള്ളൂ. ഒരു ദിവസത്തേക്കേ ഉള്ളൂ ഒരു ചാക്ക് തീറ്റ. ഒരു ചാക്ക് തീറ്റയ്ക്ക് എത്ര വില വരും? 1600, 550 ഒരു ചാക്ക് തീറ്റ. ഒരു ദിവസത്തേക്കേ ഉള്ളൂ. ഒരു ദിവസത്തേക്കേ ഉള്ളൂ ഒരു ചാക്ക് തീറ്റ എനിക്ക്. അപ്പോൾ അതിന് നല്ലൊരു ചിലവാവില്ലേ ഒരു മാസം? ചിലവ് തന്നെ. അങ്ങനെയൊക്കെ നോക്കുന്നതിന് നഷ്ടം വരുന്ന ആൾക്കാർക്ക്. ഈ അമ്മ പറയുന്നത് ഇത്രയും നാളായിട്ടേ ഈ ഇതിനൊന്നും അസുഖം വന്ന് ചത്തുപോയിട്ടില്ല എന്നൊക്കെ പറയുന്നു. 5 എണ്ണം ചത്തുപോയി, 10 എണ്ണം ചത്തുപോയി എന്നൊക്കെ പറയുന്നത് അതൊക്കെ നോക്കാതെ വരുന്നതാണ്.